എന്താണെന്ന് വെച്ചാൽ ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ക്യാപിറ്റലിസമാണ്, മുതലാളിത്തമാണ്, കച്ചവടമാണ്. അപ്പോൾ ആ കച്ചവടത്തിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല കൺസ്യൂമർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായി അനുദിനം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫാഷൻ ട്രെൻഡുകളെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടൊരു സമൂഹം ഇസ്ലാമിക ഹിജാബ് ധരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ക്യാപിറ്റലിസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന പുതിയ സമവാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഹിജാബ് അല്ലേ. ഹിജാബ് എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം ഉണ്ടാകണം, മുഖവും മുൻകൈ ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മറക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തലയിൽ തട്ടോടുക. അപ്പോൾ ആ തലയിൽ തട്ടത്തിന്റെ കൂടെ തന്നെ പല രീതിയിലുള്ള ഫാഷൻ വൈവിധ്യങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ആ ഒരു സാമ്പത്തിക താല്പര്യം കൊണ്ടാണ്. അത് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ പക്ഷേ ഇപ്പോൾ വ്യാപകമായി സ്വീകരിക്കപ്പെടുന്നു, അത് ആശ്ലേഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ജീൻസും ടീഷർട്ടും ഇടുന്നു, ഒരു മുഖമക്കന കൂടി ധരിക്കുന്നു, ഇത് ഇസ്ലാമികമായ ഹിജാബാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ കുറെ കൂടി അപ്പുറത്തേക്ക് പോയി ലെഗിങ്സ് പോലുള്ള വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള വസ്ത്രധാരണകൾ സ്വീകരിക്കുന്നു. ഈ വസ്ത്രധാരണങ്ങളെ സംബന്ധിച്ച് അതിൽ ഇന്ന വസ്ത്രധാരണങ്ങൾ അത് ഇസ്ലാമികമായി ഹിജാബാണോ അല്ലേ എന്ന് പറയുന്നതിനേക്കാൾ വളരെ സിമ്പിളായി എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം, എന്തിനു വേണ്ടിയാണ് ഹിജാബ് എന്ന കാര്യം മാത്രമാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ശരീരത്തിന്റെ ഭാഗങ്ങളെയും ശരീരത്തിന്റെ സൗന്ദര്യത്തെയും പരമാവധി മറച്ചു വെക്കുക എന്നതാണ് ഹിജാബിന്റെ